Section 4 Relation between the roots and coefficient of a polynomial equation. Okay. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഇവിടുന്ന് ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ദ പോളിനോമിയൽസ് വെച്ചിട്ട് ഈ ഒരു സെക്ഷനിൽ. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ തിയററ്റിക്കലി പോർഷൻ വരുന്നുണ്ട്. നമുക്ക് ഫ്യൂച്ചറായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇത് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കാൻ, എങ്ങനെയാണ് ആ ഒരു ടേംസ്, നമുക്കൊരു S1 S2 S3 എന്നൊക്കെ പറയുന്ന ഒരു ടേംസ് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. സോ സിംപ്ലി മനസ്സിലാക്കി പോവുക ഈ ഒരു പോർഷൻ. അതിനുശേഷം ഞാൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട പോർഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമ്മളൊരു nth ഡിഗ്രി പോളിനോമിയൽ കൺസിഡർ ചെയ്യാം. nth ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് a0 x പവർ n പ്ലസ് a1 x പവർ n മൈനസ് 1 പ്ലസ് a2 x പവർ n മൈനസ് 2 എക്സെട്ര പ്ലസ് an is equal to 0 where a0 not is equal to 0. അതായത് ജനറൽ ഫോം ഓഫ് എൻ nth ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞതാണ്. ഈ ജനറൽ ഫോം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. a0 x പവർ n പ്ലസ് a1 x പവർ n മൈനസ് 1 എക്സെട്ര പ്ലസ് an is equal to 0. a0 not is equal to 0 അതവിടെ സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ പറയണം a0 not is equal to 0 എന്നാണ്. അപ്പോൾ ഒരു nth ഡിഗ്രി പോളിനോമിയലിന് നമുക്ക് എത്ര റൂട്ട്സ് ഉണ്ടാവും? n റൂട്ട് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ n റൂട്ട് നമ്മളിവിടെ ജനറൽ കേസാണ് പറഞ്ഞത്. നമുക്ക് റൂട്ട് അറിയില്ല ഏതൊക്കെയാണെന്ന്. ഇപ്പം നമ്മൾ അതിനെ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യാണ്. സോ ലെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ടു ആൽഫ n ബി ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ. ആൽഫ 1 ആൽഫ 2 ആൽഫ 3 എക്സെട്ര ടു ആൽഫ n അങ്ങനെ n റൂട്ട്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റൂട്ടാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? അതായത് ഈ nth ഡിഗ്രി പോളിനോമിയലിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ എന്താ പറയുക, ആൽഫ എന്ന് പറയുന്ന ഒരു റൂട്ടാണെങ്കിൽ എക്സ് മൈനസ് ആൽഫ ഒരു ഫാക്ടർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആൽഫ 1 ഒരു റൂട്ട് ആയതുകൊണ്ട് എക്സ് മൈനസ് ആൽഫ 1 ഒരു ഫാക്ടറാണ്, എക്സ് മൈനസ് ആൽഫ 2 ഒരു ഫാക്ടറാണ്, എക്സെട്ര ടു എക്സ് മൈനസ് ആൽഫ n ഒരു ഫാക്ടറാണ്. സോ അത് ഈ എഫ് ഓഫ് എക്സിനെ ഈ പ്രൊഡക്റ്റ് ഓഫ് ദിസ് ലീനിയർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതാ? ഈ ലീനിയർ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എക്സ് മൈനസ് ആൽഫ 1 അത് നമുക്ക് ഒന്ന് എഴുതുകയാണെങ്കിൽ എക്സ് മൈനസ് ആൽഫ 1 എക്സ് മൈനസ് ആൽഫ 2 എക്സെട്ര അപ് ടു എക്സ് മൈനസ് ആൽഫ n എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടെ ലീനിയർ ഫാക്ടേഴ്സ്. എഫ് ഓഫ് എക്സിനെ പ്രൊഡക്റ്റ് ഓഫ് ദിസ് ലീനിയർ ഫാക്ടേഴ്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ nth ഡിഗ്രി പോളിനോമിയലിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? വിച്ച് ഈസ് ഈക്വൽ ടു a0 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 2 എക്സെട്ര അപ് ടു എക്സ് മൈനസ് ആൽഫ n വെർ a0 ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് പവർ, ഹയസ്റ്റ് പവറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മളൊരു മോണിക് പോളിനോമിയൽ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ എന്ത് ഉണ്ടാവുള്ളൂ? a0 എന്ന് പറയുന്ന ടേം 1 ആയിട്ട് എക്സ് മൈനസ് ആൽഫ 1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 2 ഇൻറ്റു എക്സെട്ര അപ് ടു എക്സ് മൈനസ് ആൽഫ n എന്ന് പറയുന്ന ഫോമിലാണ് വരിക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഒരു nth ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്. ഈ nth ഡിഗ്രി പോളിനോമിയലിനെ നമുക്ക് എന്ത് പറയുന്നത്? ഈ ഒരു ഫോമിൽ എഴുതാം. ഇത് എന്തുകൊണ്ടാണ്? ആൽഫ 1 ആൽഫ 2 എക്സെട്ര അപ് ടു ആൽഫ n റൂട്ട്സ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ a0 നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് 0 ആയിക്കഴിഞ്ഞാൽ മാത്രമാണ്, ഒരു മിനിറ്റ് അതിന് മുന്നേ നമ്മൾ ഈ ഒരു ഇക്വേഷനെ ഇപ്പം ഞാൻ ഇട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു ഇക്വേഷന് മൊത്തത്തിൽ നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് a0 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇവിടെ a0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോസിബിൾ ആയത് a0 നോട്ട് ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ടാണ്. അപ്പോൾ a0 0 ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ ആണോ? അല്ല, ഡിവിഷൻ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് a0 നോട്ട് ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ട് ആയിട്ട് a0 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ a0ഉം ഇതിൻ്റെ ഡിവൈഡഡ് ബൈ a0 കൂടി എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇവിടേക്ക് എന്ത് വരും? a1 ഡിവൈഡഡ് ബൈ a0, a2 ഡിവൈഡഡ് ബൈ a0 എക്സെട്ര അപ് ടു an ഡിവൈഡഡ് ബൈ a0 എന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ LHSലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് മാറും. എക്സ് പവർ n പ്ലസ് a1 ഡിവൈഡഡ് ബൈ a0 ഇൻറ്റു എക്സ് പവർ n മൈനസ് 1 എന്നാണ് ഇവിടെ. ഒരു മിനിറ്റ്, നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? a0 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഈ LHS എന്ന് പറഞ്ഞാൽ എങ്ങനെയായിട്ട് മാറും? എക്സ് പവർ n പ്ലസ് a1 ഡിവൈഡഡ് ബൈ a0 ഇൻറ്റു ഇവിടെ എക്സ് പവർ n മൈനസ് 1 ആണ് പ്ലസ് a2 ഡിവൈഡഡ് ബൈ a0 ഇൻറ്റു എക്സ് പവർ n മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് an ഡിവൈഡഡ് ബൈ a0 എന്ന് എഴുതാൻ പറ്റും. അതേമാതിരി നമ്മൾ RHSനെ ത്രൂ ഔട്ട് ആയിട്ട് a0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ a0ഉം ഈ a0 കൂടി ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? ഇവിടെ പ്രൊഡക്റ്റ് ആണ്, ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, എക്സ് മൈനസ് ആൽഫ 1 ഡിവൈഡഡ് ബൈ a0 എന്ന് എഴുതി കൂടെ എന്നൊരു ഡൗട്ട് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എന്താ? ഇതൊക്കെ പ്രൊഡക്റ്റ് ഓഫ് ദിസ് ഫാക്ടേഴ്സ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് സം ഓഫ് ദിസ് ഫാക്ടേഴ്സ്, ഓരോ ഫാക്ടേഴ്സിൻ്റെ സമ്മാണ്. അതുകൊണ്ടാണ് നമ്മൾ a0 കൊണ്ട് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്ത്. പക്ഷേ ഇവിടെ പ്രൊഡക്റ്റ് ആണ്. സോ മൊത്തത്തിലുള്ള ടേമിനെ a0 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടുള്ളൂ. ഓക്കെ. എങ്ങനെ a0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ടേം കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ? എക്സ് മൈനസ് ആൽഫ 1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 2 ഇൻറ്റു എക്സെട്ര അപ് ടു എക്സ് മൈനസ് ആൽഫ n എന്ന് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഈ ഒരു ഇക്വേഷൻ
വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ 1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 2 ഇൻറ്റു എക്സെട്ര ടു എക്സ് മൈനസ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഇനി നമ്മൾ ഈ ഇക്വേഷനെ മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ് മൈനസ് ആൽഫ 1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 2 ഇൻറ്റു എക്സെട്ര എന്നല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഫസ്റ്റ് 2 ഫാക്ടേഴ്സ് ചെയ്യുക, എന്നിട്ട് അത് എടുത്ത് എഴുതുക. അങ്ങനെ ഇതിന് മൊത്തത്തിൽ ഈ ബ്രാക്കറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് എക്സ് പവർ ഒരു nth ഡിഗ്രി പോളിനോമിയൽ വരും, പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു nth ഡിഗ്രി ആണ് പോളിനോമിയൽ ആവും കിട്ടുക. എന്നിട്ട് ആ പോളിനോമിയലിൽ നമ്മൾ എക്സ് പവർ എന്നിൻ്റെ എക്സ് പവർ n എടുത്ത് എഴുതുക. പിന്നെ അതുമാതിരി തന്നെ എക്സ് പവർ n-1 എന്താ പറയുക ൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് എടുത്ത് എഴുതാം. അതായത് എക്സ് പവർ n-1ൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതുക, അതേമാതിരി തന്നെ എക്സ് പവർ n-2ൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതുക, എക്സെട്ര അപ് ടു എക്സ് സ്ക്വയറിൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതുക. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ് പവർ n-1 അതിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ, അല്ല കോമൺ ഫാക്ടർ എക്സ് പവർ n-1 എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടർ ആയിരിക്കും. സോ ആ ടേമിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കുറേ ടേംസ് ഉണ്ടായിരിക്കും. ആ ടേംസിനെ നമ്മൾ ഒരുമിച്ചിട്ട് S1 എന്ന് പറയാം. മനസ്സിലായോ? പിന്നെ അതുമാതിരി തന്നെ എക്സ് പവർ n-2ൻ്റെ ടേംസ് നമ്മൾ ഒരുമിച്ച് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ എക്സ് പവർ n-2 എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്ത് എഴുതിയിട്ട് ബാക്കിയുള്ള ടേംസിന് ഒരുമിച്ച് എഴുതുക. ആ ടേമിനെ നമ്മൾ S2 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, കാര്യം മനസ്സിലായില്ലേ? ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഒരു പോളിനോമിയലിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു nth ഡിഗ്രി പോളിനോമിയലാണ് കിട്ടുക. ആ പോളിനോമിയൽ എക്സ് പവർ n എഴുതി, പിന്നെ നമ്മൾ എക്സ് പവർ n-1ൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതി, അതേമാതിരി തന്നെ പിന്നെ എക്സ് പവർ n-2ൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതി, അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഓരോന്ന് എഴുതി. എന്നിട്ട് നമ്മൾ എക്സ് പവർ n-1നെ പുറത്തേക്ക് എടുത്ത് കോമൺ ആണ്, അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് ബാക്കിയുള്ള ടേംസിനൊക്കെ പാടെ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിർത്തി, അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ കുറേ ടേംസ് എഴുതി കഴിഞ്ഞാൽ എക്സ് പവർ n-1നെ കോമൺ ആയിട്ട് നിർത്തി. ഇവിടെ ഒരുപാട് ടേംസ് ഉണ്ടായിരിക്കും പ്ലസ്, അതായത് ഒരുപാട് ടേംസ് ഇങ്ങനെ പ്ലസ് ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. ആ ടേംസിനൊക്കെ പാടെ നമ്മൾ S1 എന്ന് പറഞ്ഞു. സിമിലർലി ഞാൻ നമ്മൾ അടുത്തത് എക്സ് പവർ n-2ൻ്റെ ടേംസ് എടുത്ത് എഴുതി. പിന്നെ ഇവിടെ എന്തുണ്ടായിരിക്കും, കുറേ സം ഉണ്ടാവും, അതിന് S2 എന്ന് എഴുതി. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ എഴുതുമ്പോൾ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ മാറും, x power n minus s1 x power n minus 2 plus s2 into x power n minus x power n minus s1 into x power n minus 1 plus s2 into x power n minus 2 etc up to minus 1 all power n into sn എന്ന് നമുക്ക് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി മതി. ഇവിടെ ഈ ഓരോ SR എന്ന് പറയുന്നത് S1 S2 etc up to SN-നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ജനറലി ആയിട്ട് ഒരു ടേമിനെ നമ്മൾ SR എന്ന് പറയുന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണ്. SNR എന്ന് പറയുന്നത് ഈസ് ദ സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ക്വാണ്ടിറ്റീസ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര അപ് ടു ആൽഫ n എന്ന് പറയുന്നത്. അതായത് സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ ആൽഫ 1 ഇൻറ്റു ആൽഫ 2 പ്ലസ് ആൽഫ 1 ഇൻറ്റു ആൽഫ 3 എന്നോ അങ്ങനെയൊക്കെ വരുന്ന ഫോമിനെയാണ് നമ്മൾ ഈ വേർഡ്സിലൂടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചു അല്ലേ, നമ്മൾ ചെയ്തു വന്നപ്പോൾ ഇനി നമ്മൾ എക്സ് പവർ എന്നിൻ്റെ കോയിഫിഷ്യൻറ്റ് അതുമാതിരി എക്സ് പവർ n-1ൻ്റെ കോയിഫിഷ്യൻറ്റ് ഒക്കെ ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ എക്സ് പവർ n-1ൻ്റെ കോയിഫിഷ്യൻറ്റ് നോക്കിക്കേ. അപ്പോൾ എന്താ വരും, ഇവിടെ a1 ഡിവൈഡഡ് ബൈ a0 ഈസ് ഈക്വൽ ടു മൈനസ് S1 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, a1 ഡിവൈഡഡ് ബൈ a0 ഈസ് ഈക്വൽ ടു മൈനസ് S1. ഇനി അടുത്തതേമാതിരി എക്സ് പവർ n-2ൻ്റെ കോയിഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, S2 ഈസ് ഈക്വൽ ടു a0 ഡിവൈഡഡ് ബൈ a1. അങ്ങനെ നമുക്ക് ഓരോ ടേംസിനെ അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല എഴുതാം എന്നാണ് പറയുന്നത്. ഇതൊന്നുമില്ല, ജസ്റ്റ് മൈനസിനെ ഒന്ന് S1 S2 S3 S4 എക്സെട്ര അപ് ടു SN എന്ന് പറയുന്ന ഫോമിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഫോം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഈ ഒരു ഫോമാണ് നമുക്ക് ഇനി വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് S1 S2 S3 എന്ന് പറഞ്ഞത് വന്ന് എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ആകെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. S1 ഇസ് ഈക്വൽ ടു, അതായത് ജനറൽ ഫോം ഓഫ് എൻ nth ഡിഗ്രി പോളിനോമിയൽ, അത് ഓർത്ത് വെക്കണേ. ജനറൽ ഫോം ഓഫ് എൻ nth ഡിഗ്രി പോളിനോമിയൽ ഓർത്ത് വയ്ക്കുക. അതിനുശേഷം S1 ഇസ് ഈക്വൽ ടു മൈനസ് a1 ഡിവൈഡഡ് ബൈ a0 ആണെന്നും S2 ഇസ് ഈക്വൽ ടു a2 ഡിവൈഡഡ് ബൈ a0 ആണെന്നും അങ്ങനെ ആലോചിക്കുക. SR ഇസ് ഈക്വൽ ടു മൈനസ് 1 ഓൾ പവർ R ഇൻറ്റു AR ഡിവൈഡഡ് ബൈ a0. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. ആൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസ് വരുന്നു എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. S1 എഴുതുമ്പോൾ മൈനസ് ഉണ്ട്, S2 എഴുതുമ്പോൾ മൈനസ് ഇല്ല, പിന്നെ S3 എഴുതുമ്പോൾ മൈനസ് ഉണ്ടാവും, S4 എഴുതുമ്പോൾ മൈനസ് ഉണ്ടാവില്ല, X5 എഴുതുമ്പോൾ മൈനസ് ഉണ്ടാവും, X6 എഴുതുമ്പോൾ മൈനസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസ് വരും. പിന്നെ നമുക്ക് എന്താ പറയുക, S1-ന് കറസ്പോണ്ടിങ് ആയിട്ട് a1 ഡിവൈഡഡ് ബൈ a0
ഇല്ലേ? അടുത്തത് A2 ഡിവൈഡഡ് ബൈ A0, പിന്നെ A3. അപ്പോൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. S1 മൈനസ് ഓഡ് ടേംസിലൊക്കെ എന്ത് വരും? മൈനസ് വരും. പിന്നെ S1 ആണെങ്കിൽ ഇവിടെ A1 ഡിവൈഡഡ് ബൈ A0, S2 ആണെങ്കിൽ A2 ഡിവൈഡഡ് ബൈ A0. A0 എല്ലാത്തിനും കോമൺ ആണ്. ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതാം. ബാക്കി അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇത് പഠിച്ചു വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കിത് ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി വരെയാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. മാക്സിമം ഫോർത്ത് ഡിഗ്രി വരെയാണ് നമ്മൾ പോകാറ്. ഫിഫ്ത്ത് ഡിഗ്രി വരുമ്പോഴേക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ ആദ്യം സെക്കൻഡ് ഡിഗ്രീൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് തിയറി പാർട്ടാണ്, ബോറിംഗ് ആയിരിക്കും, എന്നാൽ കൂടി ശ്രദ്ധിക്കുക. ഇത് അത്യാവശ്യമാണ്. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ വരും പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ ആണ്. ഏത് ഇക്വേഷൻ? നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ജനറൽ ഫോം ഓഫ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് AX² + BX + C = 0 എന്ന് പറയുന്നത്. അതായത് നമ്മൾ A0 A1 ഒക്കെ വെച്ചിട്ട് എഴുതണമെങ്കിൽ നമുക്ക് A0x² + A1x + A2 = 0 എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കത് വേണ്ട. നമ്മൾ ജനറലി നമുക്ക് ABC വെച്ചിട്ട് പറയുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. സോ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് AX² + BX + C = 0 എന്നാണ്. ഈ ഒരു ഇക്വേഷൻ അല്ലേ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലേ? മാക്സിമം ഡിഗ്രി എത്രയാണ്? ഇത് ഇക്വേഷൻ്റെ ഡിഗ്രി എത്രയാണ്? 2 ആണ്. ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എത്ര റൂട്ടാണ് ഉണ്ടാവുക? 2 റൂട്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് റൂട്ട് എന്ന് കൺസിഡർ ചെയ്യാണ്? ആൽഫ ബീറ്റ എന്ന് പറയുന്നതാണ് അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ നേരത്തെ α1 α2 എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ ഇവിടെയും വേണമെങ്കിൽ α1 α2 എന്ന് പറയാം. പക്ഷെ നമ്മൾ എന്താ എടുക്കുന്നത്? ആൽഫയും ബീറ്റ ഇതിൻ്റെ റൂട്ടാണെന്ന് എടുക്കും. അങ്ങനെയാണെങ്കിൽ α1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽഫ പ്ലസ് ബീറ്റ ആയിരിക്കും. α1 S1 ആൽഫ പ്ലസ് ബീറ്റ ആയിരിക്കും. അതിനെങ്ങനെ എഴുതുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ S1 എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? അവിടെ S1 എഴുതുമ്പോൾ എന്തായിരുന്നു? ഒരു -A1 ഡിവൈഡഡ് ബൈ A0 എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ അതായത് ആ A1 എന്തായിരുന്നു? കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ആയിരുന്നു. A0 എന്ന് പറയുന്നത് എന്തായിരുന്നു? കോയിഫിഷ്യൻ്റ് ഓഫ് x² ആയിരുന്നു അല്ലേ? അപ്പോൾ ആ മൈനസ് നമുക്ക് ഇവിടെ ഉണ്ട്. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് B ആണ്. ദെൻ കോയിഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ നോക്കിക്കേ, കോയിഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറയുന്നത് എന്തായിരുന്നു? A ആയിരുന്നു അല്ലേ? അപ്പോൾ -B/A എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയം. ഓക്കെ, ഒന്നുമില്ല. S1 സം ഓഫ് ദ റൂട്ട് ആണ്. S1 ആൽഫ പ്ലസ് ബീറ്റ. നമ്മളിവിടെ നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് നോക്കിക്കേ. അതായത് S1 -A1 ഡിവൈഡഡ് ബൈ A0. അപ്പോൾ ഇവിടെ നമ്മൾ A1 A2 ഒക്കെ എടുത്തത് എന്താണ്? ഇതാണ്ടോ, ഇതല്ലേ എടുത്തിരുന്നത്. അപ്പോൾ A1 ഡിവൈഡ് ബൈ A0. അതേമാതിരി നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പറഞ്ഞപ്പോൾ S1 നമ്മൾ എന്ത് ചെയ്യാം? S1 B/A എന്ന് എഴുതാം. ഇനി S2 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ഇൻറ്റു ബീറ്റ. ഇത് പഠിച്ചേക്കണം കേട്ടോ. S1 ആൽഫ പ്ലസ് ബീറ്റ ആണ്. അതേ ഇതെന്ന് എഴുതേക്കാം. അതുമാതിരി തന്നെ S2 ആൽഫ ഇൻറ്റു ബീറ്റ ആണ് അത് പഠിച്ചേക്കണം. ഇനി S2 എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ ചെയ്യുന്നത്? C ഡിവൈഡഡ് ബൈ A എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത കേസ് കൂടി നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അതെങ്ങനെ എഴുതേണ്ടത് മനസ്സിലാവും. ഇപ്പോൾ നമ്മളൊരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ കൺസിഡർ ചെയ്യാണ്. തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഏതാണ്? AX³ + BX² + CX + D = 0 എന്ന് പറയുന്ന ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ കൺസിഡർ ചെയ്യണു. തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആകുമ്പോൾ അതിന് എത്ര റൂട്ട് വേണം? 3 റൂട്ട് വേണം അല്ലേ? അപ്പോൾ ആ 3 റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ S1 ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയാണ്. S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദ റൂട്ട് എന്നാണ്. അത് ആലോചിക്കുക. S1 എന്ന് പറയുമ്പോൾ ഈ 3 റൂട്ടിൻ്റെ കൂടി സമ്മാണ്. സോ S1 ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത്. ആ കാര്യം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഈ കാര്യം അതായത് നമ്മൾ ഈ ഒരു കാര്യം എങ്ങനെ എഴുതുന്നതെന്ന് പറയാം. അതായത് x² ടേം ഡിവൈഡഡ് ബൈ A. S1 ആകുമ്പോൾ ഓഡ് ആണെങ്കിൽ ആ എന്താ സഫിക്സ് ഇല്ലേ? S1 എന്ന് പറഞ്ഞ സഫിക്സ് അത് ഓഡ് ആണെങ്കിൽ ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ S2 പറഞ്ഞുതരാം. S2 എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതുക? C/A എന്ന് എഴുതുക. S3 എഴുതുമ്പോൾ എന്ത് എഴുതുക? D/A എന്ന് എഴുതുക. അപ്പോൾ കാര്യം മനസ്സിലായോ? അത്രയേ ഉള്ളൂ. പിന്നെ S1 സഫിക്സ് 1 ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കുക? മൈനസ് കൊടുക്കുക. അതായത് ഓഡ് ടേംസ് വരുമ്പോൾ നമ്മൾ മൈനസ് കൊടുക്കുക. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയലിന് S1 എന്ന് പറയുന്നത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? B/A. ഫസ്റ്റ് S1 എന്ന് പറയുന്നത് B/A. പിന്നെ നമ്മൾ 1 ഓടാണ്, സോ അവിടെ ഒരു മൈനസ് കൊടുക്കണം. ഓക്കെ, പിന്നെ S2 എന്ന് പറയുന്നത് എന്ത് കൊടുക്കുക? C/A.
മനസ്സിലായില്ലേ അടുത്ത ടേം. അപ്പോൾ അവിടെ S2 ഈവൻ ആണ്, സോ മൈനസ് കൊടുക്കണം. പിന്നെ മൂന്നാമത്തെ S3 എഴുതുമ്പോൾ എന്ത് വരിക, മൈനസ് കൊടുക്കണം, 3 ആണല്ലോ. പിന്നെ D/, ഇവിടുത്തുള്ള കോയിഫിഷ്യൻ്റ് എഴുതുക D/A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് S1, S2, S3 എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് S1 എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. S1 എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ, അത് പഠിച്ചിരിക്കണം. അതുമാതിരി തന്നെ S2 എന്ന് പറയുന്നത് ആൽഫ ബീറ്റ, ബീറ്റ ഗാമ ആൻഡ് ആൽഫ ഗാമ എന്ന് പറയുന്നതാണ് S2 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൽഫ ബീറ്റ ഗാമ എന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആൽഫ ബീറ്റ ഇങ്ങനെ എഴുതുക. ആൽഫ ബീറ്റ ഈ രണ്ട് ടേമിൻ്റെ പ്രൊഡക്റ്റ് ഫസ്റ്റ് എഴുതി വയ്ക്കുക. ദെൻ ഈ രണ്ട് ടേമിൻ്റെ പ്രൊഡക്റ്റ് ഫസ്റ്റ് എഴുതി വയ്ക്കുക. പിന്നെ ഈ രണ്ട് ടേമിൻ്റെയും കൂടി പ്രൊഡക്റ്റ് എഴുതി വയ്ക്കുക. അതാണ് S2 എഴുതാനുള്ള എന്താ S2 എങ്ങനെ എഴുതണമെന്ന് ഓർത്ത് വയ്ക്കാൻ, ബൈ ഹാർട്ട് പഠിക്കാതെ നിങ്ങൾ ഓർത്ത് വയ്ക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് S2 എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ആൽഫ ബീറ്റ ഗാമ എന്നിങ്ങനെ എഴുതുക. ആദ്യം ആൽഫേൻ്റെയും ബീറ്റേൻ്റെയും കൂടി പ്രൊഡക്റ്റ് എഴുതുക. പിന്നെ ബീറ്റേൻ്റെയും ഗാമേൻ്റെയും പ്രൊഡക്റ്റ് എഴുതുക. ദെൻ നമുക്ക് എന്ത് ചെയ്യുക, ഈ ആൽഫേൻ്റെയും ഗാമേൻ്റെയും പ്രൊഡക്റ്റ് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് S3 എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട് ആണ്. S3 എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഗാമയാണ്. S3 എങ്ങനെ എഴുതാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, മൈനസ് D/A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാലും മതി. ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ ഓർക്കണം എന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമ്മൾ ഒരു ഫോർത്ത് ഡിഗ്രി, മൂന്നാമത്തെ കേസാണ് പറയുന്നത്, ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ എടുക്കുക. അപ്പോൾ ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും വരിക. ഇതിൻ്റെ റൂട്ട്, ഫോർത്ത് ഡിഗ്രി പോളിനോമിയലിന് എത്ര റൂട്ട് വേണം, 4 റൂട്ട് വേണം അല്ലേ. അപ്പോൾ നമ്മൾ 4 റൂട്ട് ഏതെടുക്കുക, ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ S1 ആണ് ഫസ്റ്റ് എഴുതുക അല്ലേ. S1 = ഒരു മൈനസ് കൊടുക്കുക, കാരണം 1 ആണല്ലോ. എന്നിട്ട് നമ്മൾ എങ്ങനെ S1 എഴുതാം, B/A. ഓക്കെ, B/A എന്ന് എഴുതി. ഇനി നമ്മൾ S2 എഴുതണ്ടേ. S2 എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് C/A. S2 എന്ന് പറയും. ഓക്കെ, മനസ്സിലായില്ലേ, C/A. S2 നെഗറ്റീവ് കൊടുക്കണ്ട, അവിടെ എന്താണ് ഓഡ് ഈവൻ ടേം ആണ്. ഇനി അടുത്ത് നമ്മൾ എഴുതുന്നത് ഏതാണ്, S3 എഴുതണം. S3 എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് എഴുതിയേക്കാം, S3 ആയതുകൊണ്ട് ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു D/A എന്ന് എഴുതാം. ഓക്കെ, D/A എന്ന് പറയുന്നത്. ഇനി S4 എഴുതുമ്പോൾ ഈവൻ ആണ്, അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് സൈൻ ഇടണ്ട. പിന്നെ എന്ത് ചെയ്യാം, E/A എന്ന് വരിക. ഓക്കെ, E/A എന്ന് വരിക. ഒക്കെ കാര്യങ്ങൾ മനസ്സിലായില്ലേ. അങ്ങനെയാണ് നമുക്ക് S1, S2, S3 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ സിംപ്ലി എഴുതാൻ പറ്റും, മൈനസ് B/A, C/A, D/A, E/A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ഈ കോയിഫിഷ്യൻ്റ് ഇത് നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ S1 എഴുതാൻ വേണ്ടിയിട്ട് ഏറ്റവും, അതായത് ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ അല്ലേ, S1 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, സം ഓഫ് ദ റൂട്ട് ആയിരിക്കും. S1 എന്ന് പറയുന്നത് ഓർത്തിരിക്കാൻ വേണ്ടി ആലോചിക്കേണ്ട കാര്യമാണ്, സം ഓഫ് ദ റൂട്ട് ആയിരിക്കും. ഇനി S4 ഫോർത്ത് ഡിഗ്രി വരുമ്പോൾ S4 എന്ന് പറയുന്നത് എന്തായിരിക്കും, അവസാനത്തെ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട് ആയിരിക്കും അല്ലേ. തേർഡ് ഡിഗ്രീൻ്റെ നോക്കിക്കേ, അതായത് S3 എന്ന് പറയുമ്പോൾ, തേർഡ് ഡിഗ്രി പറയുമ്പോൾ ആ ഡിഗ്രി വരുന്ന S3 അല്ലേ. ഇപ്പോൾ തേർഡ് ഡിഗ്രി വരുന്നു, അപ്പോൾ 3 എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട് ആയിരിക്കും. ഇവിടെ S4 എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട് ആയിരിക്കും. അപ്പോൾ ഇത് ആലോചിക്കുക, S1 എന്ന് പറയുന്നത് സം ഓഫ് ദ റൂട്ടും S4 എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ടും. അപ്പോൾ അത് രണ്ടും ഓർത്ത് വയ്ക്കാനുള്ള ഹിൻ്റ് ആയില്ലേ. S1 എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ, S4 എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് S2 എഴുതുന്നത് നോക്കാം. S2 എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേമാതിരി എടുത്താൽ മതി. നോക്കട്ടെ, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്, എന്നാലും ഞാൻ നോക്കി വെക്കാം. ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മൾ ആൽഫ ബീറ്റേൻ്റെയും പ്രൊഡക്റ്റ് എഴുതി. ഓക്കെ, ഒരു മിനിറ്റ്, ഇങ്ങനെ എഴുതാം, ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്ന് എടുത്തു. ഇനി നമ്മൾ ആദ്യം ആൽഫ ബീറ്റേൻ്റെ പ്രൊഡക്റ്റ് എഴുതി, ആൽഫ ഗാമേൻ്റെ പ്രൊഡക്റ്റ് എഴുതി, ദെൻ ആൽഫ ഡെൽറ്റേൻ്റെ പ്രൊഡക്റ്റ് എഴുതി. അതായിരുന്നു ഇത്രയും പോർഷൻ ഉണ്ടായിരുന്നത്. ആൽഫ ബീറ്റ, ആൽഫ ഗാമ, അതേമാതിരി തന്നെ എന്ത് ചെയ്യാണ്, ആൽഫ ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇതുപോലേക്ക് ഞാൻ ഇതൊന്ന് റേസ് ചെയ്യാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആൽഫ ബീറ്റ ഗാമ നിങ്ങൾ ഒന്നിച്ചിട്ട് തന്നെ എഴുതണം. ഇനി നമ്മൾ എന്ത് ചെയ്യരുത്, ഗാമ ഡെൽറ്റ, ഇനി നമ്മൾ ബീറ്റയെ കൺസിഡർ ചെയ്യരുത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ്, ബീറ്റ ഗാമേൻ്റെ പ്രൊഡക്റ്റ് ചെയ്ത് ചെയ്യുക, ബീറ്റ ഡെൽറ്റേൻ്റെ പ്രൊഡക്റ്റ് ചെയ്യുക. അതാണ് ഇത്ര ഇവിടെ ഉണ്ടായിരുന്നത്, ബീറ്റ ഗാമ ബീറ്റ ഡെൽറ്റ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തേ ചെയ്യാൻ പാടില്ല, പിന്നെ ബീറ്റ കൺസിഡർ ചെയ്യരുത്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ്. സോ അതാണ് ഗാമ ഡെൽറ്റ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം, അത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്ന് എഴുതാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പ്രൊഡക്റ്റ് എഴുതുക, ഇത് പിന്നെ ഇത് എന്ന് എഴുതാം. ഓക്കെ, പിന്നെ നമ്മൾ ബീറ്റ കൺസിഡർ ചെയ്യുക. ബീറ്റേൻ്റെ തൊട്ട് മുന്നിലോട്ട് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ബീറ്റ വരുമ്പോൾ ഇങ്ങോട്ട്, പിന്നെ ഇതും ഡെൽറ്റയും, പിന്നെ നമ്മൾ ബീറ്റ കൺസിഡർ ചെയ്യുക, ഗാമ തൊട്ട് മുന്നോട്ട്, ബാക്കിലോട്ട് ഒരിക്കലും വരരുത്. അങ്ങനെ ആ പ്രൊഡക്റ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറയുന്നത് S2 എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ S3 എന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, S3 എന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി നമ്മൾ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ നോക്കാം.
ഓക്കെ, നമ്മൾ ആൽഫയും ആദ്യം നമ്മൾ ആൽഫ ബീറ്റേനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആൽഫ ബീറ്റേനെ നമ്മൾ ഫിക്സ് ചെയ്യണേ. ദെൻ ആൽഫ ബീറ്റ ഇൻറ്റു ഗാമ എന്ന് എഴുതാം. ദെൻ ആൽഫ ബീറ്റ ഇൻറ്റു ഡെൽറ്റ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ രണ്ട് പ്രൊഡക്റ്റ് എഴുതി, അതായത് ഈ രണ്ടെണ്ണത്തിൽ ഒരു മിനിറ്റ്, നമ്മൾ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്ന് എഴുതുക. എന്നിട്ട് ഇതിനൊരൊറ്റ ടേം ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആൽഫ ബീറ്റ ഇൻറ്റു ഗാമ എന്ന് എഴുതുക. ഇത് അതേമാതിരി തന്നെ ആൽഫ ബീറ്റ ഇൻറ്റു ഡെൽറ്റ. സോ ഫസ്റ്റത്തെ രണ്ട് പ്രൊഡക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബാക്കി നമ്മൾ അത് രണ്ട് ഫിക്സ് ചെയ്യാം. ദെൻ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ, അതിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനും കൂടി ഫിക്സ് ചെയ്യുക. ഈ രണ്ട് നമ്പറിനെയും കൂടി ഫിക്സ് ചെയ്യുക. അത് രണ്ടിനും കൂടി ഒരുമിച്ച് എഴുതുക. പിന്നെ എന്നിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എഴുതുക. പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് ടേമിനും കൂടി ഫിക്സ് ചെയ്യുക. ഈ ഒരു പ്രൊഡക്റ്റ് ഇതുകൊണ്ട് പ്രൊഡക്റ്റ് ചെയ്ത് എഴുതുക. മനസ്സിലായോ? അതായത് നമ്മൾ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്നാണ് നമ്മുടെ 4 നമ്പർ. അപ്പോൾ ആദ്യം ഈ രണ്ട് നമ്പറിനെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ടേം കിട്ടി, രണ്ടാമത്തെ ടേം കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽഫേനെയും ഗാമേനെയും ഒരുമിച്ച് നിർത്തി. എന്നിട്ട് നമ്മൾ പിന്നെ മുന്നോട്ട് മാത്രമേ ചെയ്തു പോകാൻ പാടുള്ളൂ. ഡെൽറ്റയും കൂടി ഇതാക്കി അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടേം കിട്ടി. പിന്നെ നമുക്ക് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ അല്ലേ, പിന്നെ നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ മുന്നത്തെ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? S3 കിട്ടും. അതാണ് ഒരു ഹിൻറ്റ്. ആ ഒരു ഹിൻറ്റ് വെച്ചിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഓർത്തിരിക്കുക, അല്ലാത്തവർ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ഞാൻ ഈ ഒരു ടേം, അതായത് S1 S2 S3 എന്ന് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യം വളരെ എളുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളും ഓർത്ത് വെക്കാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ S2നെ ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. അതായത് ഇവിടെ നോക്കിക്കേ, S2നെ ഒന്നുകൂടി ചെറുതാക്കി എഴുതുന്നുണ്ട്. അപ്പോൾ S2നെ മാറ്റി എഴുതുമ്പോൾ ആൽഫ ബീറ്റേനെ അങ്ങനെ തന്നെ നിർത്തി. ഇനി നമ്മൾ ഈ രണ്ട് ടേം ഒന്നുകൂടി നോക്കുക, ഗാമ ഡെൽറ്റയും അതുമാതിരി തന്നെ ആൽഫ ഗാമയും ആൽഫ ഡെൽറ്റയും. അപ്പോൾ അതിൽ ആൽഫ കോമൺ അല്ലേ, ഇപ്പം ഞാൻ ആൽഫനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? ഗാമ ഡെൽറ്റ എന്ന് വരും. പിന്നെ ഈ രണ്ട് ടേം കൂടി നോക്കിക്കേ, അതിൽ ബീറ്റ കോമൺ അല്ലേ, ഇപ്പം നമ്മൾ ബീറ്റേനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്ത് വരും? ഒരു ഗാമ ഡെൽറ്റ എന്ന് വരും അല്ലേ. ഇനി ഈ രണ്ട് ടേമിലും ഗാമ ഡെൽറ്റ കോമൺ ആണ്. സോ ഗാമ ഡെൽറ്റ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? ഇതിലുള്ള ആൽഫയും ഇതിലുള്ള ബീറ്റയും. സോ ആൽഫ പ്ലസ് ബീറ്റ എന്ന് വരും. സോ ഇത്രയും ടേംസിന്, ഈ സെൻറ്ററിലുള്ള ഇത്രയും ടേംസിന് നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ഗാമ പ്ലസ് ഡെൽറ്റ എന്ന് എഴുതാം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു മിനിറ്റ് ഉണ്ടേ, ഇതായി എഴുതിയിരിക്കുന്ന സംഭവം. പിന്നെ S3 എന്ന് പറയുന്നതിനെ വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് ചുരുക്കാം, കോമൺ ഫാക്ടർ എടുത്തിട്ടേ. അപ്പോൾ ഇതിൽ എന്തുണ്ട്? ആൽഫ ബീറ്റ കോമൺ ആണ്, ഇതിലും ആൽഫ ബീറ്റ കോമൺ ആണ്. സോ ഞാൻ അതിൽ നിന്ന് ആൽഫ ബീറ്റ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഒരു ഗാമ പ്ലസ് ഡെൽറ്റ എന്ന് വരും. ഇനി അതേമാതിരി തന്നെ ഈ ഒരു ടേംസിൽ കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ഗാമ ഡെൽറ്റ കോമൺ ആണ്. സോ നമ്മൾ അതിന് ഗാമ ഡെൽറ്റ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ബ്രാക്കറ്റിൽ എന്തുണ്ടാവും? ആൽഫ പ്ലസ് ബീറ്റ ഉണ്ടായിരിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത്, ആൽഫ ബീറ്റ ഇൻറ്റു ഗാമ പ്ലസ് ഡെൽറ്റ പ്ലസ് ഗാമ ഡെൽറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് അത് തന്നെ എഴുതാൻ പറ്റും. സോ അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ. ഇപ്പോൾ നമുക്ക് ഗിവൺ ദാറ്റ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ, നമുക്കൊരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട്. അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷനിലാണ് അതിൻ്റെ റൂട്ട്സ് ഉള്ളത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ്, ഏതൊരു ഇക്വേഷൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഡിഗ്രി നോക്കുക. അതിൻ്റെ ഡിഗ്രി അതിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഡിഗ്രി ഇവിടെ എന്താണ്? തേർഡ് ഡിഗ്രി ആണ്. തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് നമുക്കിതിന് എത്ര ഉണ്ടായിരിക്കും? 3 റൂട്ട് ഉണ്ടായിരിക്കും. ഇനി ആ റൂട്ട്സ് എന്ന് പറയുന്നത് എന്തിലാണെന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂൾ മാത്തിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ 3 അടുപ്പിച്ചുള്ള ടേംസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് A-D A,A+D എന്ന് പറയുന്ന ഫോമുല അല്ലേ. എന്താ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ടേംസിൻ്റെ ഇടയിൽ ഒരു കോമൺ ഡിഫറൻസ്
ടേംസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പണ്ട് മുതലേ നമ്മൾ ഈ ടേംസ് ഇങ്ങനെയൊക്കെ എടുക്കാം. a-d a+d എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അത് അറിയാത്തവർ ആ സ്കൂൾ മാത്സ് ഒക്കെ ഒന്ന് പോയിട്ട് വായിച്ച് നോക്കുക. എന്തായാലും നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റൂട്ട്സ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് ഉള്ളത് എന്ന് പറഞ്ഞ്. സോ നമ്മൾ ആ റൂട്ട് ഏതൊക്കെയായിട്ട് എടുക്കുകയാണ്? a-d, a+d. ഇത് ഓർത്ത് വയ്ക്കുക. ഇത് എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണ്ടണം. ഒരു ഇക്വേഷൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ട് അത് തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ക്യൂബിക് ഇക്വേഷൻ, അതായത് തേർഡ് ഡിഗ്രി ഇക്വേഷൻ്റെ റൂട്ട്സ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ എന്തെടുക്കുക, പറയുമ്പോൾ എപ്പോഴും എന്തെന്നെ എടുക്കുക, ഈ റൂട്ട്സ് a-d, a+d എന്ന് പറയുന്നത് എടുക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സിൻസ് ദ റൂട്ട് ആർ ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയതുകൊണ്ട് നമ്മൾ ആ റൂട്ട് എന്ന് പറയുന്നത് a+d, a-d, a+d എന്ന് എടുത്തു അല്ലേ. ഇനി നമുക്ക് S1 എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം. S1 ഈസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ S1 ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതി വയ്ക്കുക അല്ലേ നമുക്ക്. അപ്പോൾ S1 ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഒരു മൈനസ് വേണം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ S1 ഇതിവിടെ അങ്ങനെ ഒരു വര വരഞ്ഞേക്കുക. എന്നിട്ട് സെക്കൻഡത്തെ ടേം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഇനി അത് എക്സാമിന് എഴുതാൻ കിട്ടാത്തവരൊക്കെ അങ്ങനെ സെക്കൻഡത്തെ ടേം എന്ന് പറയുന്നത് റൗണ്ട് ചെയ്യുക. ഇവിടുത്തെ സെക്കൻഡ് ടേം ഏതാണ്? -24. അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടുന്നത് നല്ലതായിരിക്കും. -24 ഡിവൈഡഡ് ബൈ എന്ത് വരും? 4 വരും അല്ലേ. അപ്പോൾ എന്നാൽ ഈ മൈനസ് കൂടി എന്തായിട്ട് വരും? പ്ലസ് ആയിട്ട് മാറും. പ്ലസ് 24 ഡിവൈഡ് ബൈ 4 വരും. പ്ലസ് 24 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു എന്ത് വരും? 6 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ആലോചിക്കാം. എന്ത് കിട്ടി നമുക്ക്? S1 ഈസ് ഈക്വൽ ടു 6 എന്ന് പറയുന്നത് കിട്ടി. ഇനി നമ്മൾ S1 ഈസ് ഈക്വൽ ടു വേറെ ഒരു കാര്യം പഠിച്ചിരുന്നു അല്ലേ. എന്താണ്? സം ഓഫ് ദ റൂട്ട്സ് ആണെന്ന് പഠിച്ചിരുന്നു അല്ലേ. സം ഓഫ് ദ റൂട്ട് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. ഇവിടെ 3 ഡിഗ്രി തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ടാണ് S1 എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇതാ 3 റൂട്ടിൻ്റെ സമ്മ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൽഫയും ബീറ്റയും ഗാമയൊക്കെ ഏതൊക്കെയാണ്? ഇതാണ് ആൽഫ, ഇതാണ് ബീറ്റ, ഇതാണ് ഗാമ. ഓക്കെ, ഇപ്പോൾ മനസ്സിലാവാൻ പറഞ്ഞതാണ്. അപ്പോൾ S1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 3 റൂട്ടിൻ്റെയുടെ സമ്മ് ആയിരിക്കും. അപ്പോൾ ഈ 3 റൂട്ടിൻ്റെയുടെ സമ്മ് എടുത്തു കഴിഞ്ഞാൽ നോക്കും എന്താ വരിക? a-d പ്ലസ് a+d എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു -dയും +dയുടെയും ക്യാൻസൽ ചെയ്ത് പോവും. ഇപ്പോൾ നമുക്കിവിടെ എന്ത് വരും? 3a എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് S1 is equal to 3a എന്ന് കിട്ടി. ഓൾറെഡി നമ്മൾ ഇതിൽ നിന്ന് S1 is equal to എന്താന്ന് കൂടി കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നു, 6 എന്നുകൂടി കമ്പ്യൂട്ട് ചെയ്തിരുന്നു. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തോടെ S1 is equal to 3a എന്നും കിട്ടി, നമുക്ക് S1 is equal to 6 എന്ന് കിട്ടി. അപ്പോൾ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3a is equal to 6 കിട്ടും. ഇതിൽ നിന്ന് a is equal to 6/3 which is equal to 2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് a is equal to 2 എന്ന് കിട്ടി. അങ്ങനെ a is equal to 2 എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു റൂട്ട് കിട്ടിയില്ലേ. നമുക്ക് ഒരു റൂട്ട് ഏതാണ്? a ആണ്. ആ a എന്ന് പറയുന്നത് is equal to 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഒരു റൂട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽഫ ഒരു റൂട്ടാണെങ്കിൽ എക്സ് മൈനസ് ആൽഫ ഒരു ഫാക്ടർ ആണെന്ന് പറയുന്ന മാതിരി. അപ്പോൾ 2 ഒരു റൂട്ട് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയും? x-2 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആണ്, ഈ ഇക്വേഷൻ്റെ ഒരു ഫാക്ടർ ആണെന്ന് കിട്ടിയില്ലേ. അപ്പോൾ x-2 ഒരു ഫാക്ടർ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ തേർഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് തന്നിരിക്കുന്ന തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഏതായിരുന്നു? 4x³ - 24x² + 23x + 18 is equal to 0 എന്ന് പറയുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ഡിവിഷൻ മെത്തേഡാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. ആ 4th ഡിഗ്രി പോളിനോമിയൽ എഴുതണം. എന്നിട്ട് നമ്മൾ അതിനെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോഷ്യൻ്റ് കിട്ടും. അങ്ങനെ കോഷ്യൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് f(x) is equal to എന്തെന്ന് എഴുതാം? x-2 ഇൻറ്റു ഇവിടെ കിട്ടിയ സംഭവം എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ലോങ് ഡിവിഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 4x² - 16x - 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ റൂട്ട് എന്ന് കിട്ടി? അതായത് f(x) is equal to നമുക്ക് f(x) is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും? x-2 ഇൻറ്റു 4x² - 16x - 9 എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക? 0 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ റൂട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? f(x) is equal to 0. f(x) is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഈ ഒരു ടേം is equal to 0 വരും. സോ ഈ ഒരു ടേം is equal to 0 പറഞ്ഞാൽ either x-2 is equal to 0 or 4x² - 16x - 9 എന്ന് പറയുന്നത് is equal to 0 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് x-2 x is equal to 2 എന്ന് പറയുന്നത് ഒരു റൂട്ടാണ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് അത് എഴുതണ്ട. ഇനി നമ്മൾ ഇത് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് -b + or - √b² - 4ac കണ്ടുപിടെ. അങ്ങനെ നമ്മൾ അത് വെച്ചിട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വേറെയുള്ള രണ്ട് റൂട്ട് എന്ന് പറയുന്നത് -1/2 എന്ന് പറയുന്നതും or 9/2 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് റൂട്ട് എന്ന് പറഞ്ഞു. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് റൂട്ട്സ്
റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ട് ഇതേമാതിരി എഴുതി. അപ്പോൾ S1 ഇസ് ഈക്വൽ ടു സം ഓഫ് ദ റൂട്ട് ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 3a എന്ന് കിട്ടും. ഇനി അതേമാതിരി തന്നെ S1 എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ രീതിയിൽ, അതായത് നമുക്ക് നേരത്തെ പറഞ്ഞു തന്നല്ലോ ഈ കോയിഫിഷ്യൻറ്റിൻ്റെ ഇത് ഡിവൈഡ് ബൈ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടി. അപ്പോൾ 3a is equal to 6 ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് a is equal to 2 എന്ന് കിട്ടി. a is equal to 2 എന്ന് പറയുന്ന ഒരു റൂട്ട് ആയതുകൊണ്ട് x-2 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ക്യൂബിക് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും. ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് b² - 4ac വെച്ചിട്ട് സോൾവ് ചെയ്യുക. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 എന്ന് 9/2 എന്ന് കിട്ടും. പിന്നെ ഓൾറെഡി 2 ഒരു റൂട്ടാന്ന് പറഞ്ഞു. സോ ഈ ഒരു ക്യൂബിക് ഇക്വേഷൻ എത്ര റൂട്ട് ഉണ്ടായിരിക്കും? 3 റൂട്ട് ഉണ്ടായിരിക്കും. ആ 3 റൂട്ട് നമുക്ക് ഏതൊക്കെ കിട്ടി? -1/2 2, 9/2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്ലൈറ്റ് ഡിഫറൻസിലാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. അതായത് അതായത് x-2 ഇൻറ്റു ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇസ് ഈക്വൽ ടു 0. അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേമാതിരി ലീനിയർ ഫാക്ടറൈസ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് അതേമാതിരി ലീനിയർ ഫാക്ടറൈസ്ഡ് ആക്കാൻ പറ്റുന്നവർ അതേമാതിരി ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ആക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് അറിയുന്ന രീതിയിൽ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ b² - 4ac ആയിരിക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഒരു മെത്തേഡാണ് പറയുന്നത്. നമുക്ക് ഇനി വേറൊരു മെത്തേഡിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അടുത്ത വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് കിട്ടുക നമുക്ക് സെക്കൻഡ് മെത്തേഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതുകൂടി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ റൂട്ട് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ തന്നെ. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a-d a+d എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് എന്താ പറയുക, S1 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ S1 is equal to നമ്മൾ എഴുതി സം ഓഫ് ദ റൂട്ട്സ് എല്ലാം എഴുതി. അപ്പോൾ നമുക്ക് S1 is equal to അത് മൊത്തം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ a is equal to 3 എന്ന് കിട്ടി. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. S1 നേരത്തെ പറഞ്ഞ അതേമാതിരി തന്നെയാണ്. ഇനി നമുക്ക് S3 എന്ന് പറയുന്നത് ആ ലാസ്റ്റ് ടേം. അപ്പോൾ ഞാൻ പറയാനുണ്ടായിരുന്നു S3 എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട് ആണ് അല്ലേ. അതായത് നമ്മൾ ഡിഗ്രീൻ്റെ, അതായത് തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ ഡിഗ്രി നോക്കുക. അപ്പോൾ ഏതായിരിക്കും? ഹയസ്റ്റ് ഡിഗ്രി 3 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസിൻ്റെ ടേം S3 എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട് ആയിരിക്കും. പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ ഏതൊക്കെയായിരുന്നു റൂട്ട്? a-d എയും a+d. സോ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? a-d a+d എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇനി ഇതിനെ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഒരു a-d a+d ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അറിയുന്നതാണ് a-b ഇൻറ്റു a+b ഈസ് ഈക്വൽ ടു എന്താണ്? a² - b² ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതേമാതിരി ഇവിടെ എന്താണ്? a+d ഇൻറ്റു a-d. അപ്പോൾ അതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? a² - d² ഇൻറ്റു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? a എന്ന് എഴുതാം അല്ലേ. ഇവിടെ ഓൾറെഡി നമ്മൾ a കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. a is equal to എന്താ നമുക്ക് കിട്ടി? 2 എന്ന് കിട്ടി അല്ലേ. ഇപ്പോൾ 2² പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 4 - d² ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റി അല്ലേ. അപ്പോൾ നമുക്കിത് എന്താ കിട്ടിയത്? S3 is equal to 4 - d² ഇൻറ്റു 2 എന്ന് എഴുതി. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ വെക്കാം. ഇനി നമ്മൾ S3 എന്ന് പറയുന്നത് നമുക്ക് ഇതിന്ന് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് ഈ പോളിനോമിയൽ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? S3 എന്ന് പറയുന്നത് ഇവിടെ നോക്കുക. S3 എന്ന് എങ്ങനെ എഴുതാൻ പറ്റും? S3 is equal to ഇവിടെ 3 എന്ന് പറയുന്ന ഓർഡർ അല്ലേ. അപ്പോൾ ഒരു മൈനസ് വേണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാണ്? S3 എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം അല്ലേ. അപ്പം 18 ഡിവൈഡഡ് ബൈ എന്ത് വരും? 4 എന്ന് വരും അല്ലേ. അതായത് നമ്മൾ പറഞ്ഞില്ലേ S1 എന്ന് പറയുമ്പോൾ മൈനസ് കൊടുക്കുക, എന്നിട്ട് ഇതേ ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. S2 ആണെങ്കിൽ 23 ഡിവൈഡഡ് ബൈ ഇതേന്ന് എഴുതാം. S3 ആണെങ്കിൽ ഇതേ ഡിവൈഡഡ് ബൈ ഇതെന്ന് എഴുതാം അല്ലേ. അപ്പോൾ S3ക്ക് ഒരു മൈനസ് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് S3 is equal to നമുക്ക് എന്തുകൂടിയും കിട്ടി? S3 is equal to -18 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയണം അല്ലേ. അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് അതിനൊന്ന് ഷോർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -9/2 എന്ന് കിട്ടി. അതായത് 2 ത്രൂ ഔട്ട് ആയിട്ട് നമുക്ക് 2, അതായത് -18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 9 ഡിവൈഡഡ് ബൈ 2 × 2 എന്ന് എഴുതിക്കോട്ടെ. അപ്പോൾ ഈ 2 × 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? -9/2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിരുന്നു എന്തുണ്ടായിരുന്നു? S3 is equal to എന്താന്ന് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു? 2 × 2² - d² എന്ന് കണ്ടുപിടിച്ചിരുന്നു അല്ലേ. അതേമാതിരി നമ്മൾ എന്താണ്? S3 is equal to -9/2 എന്ന് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യുക? അത് രണ്ടും കൂടി അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുക. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. 2 × 4 - d² വിച്ച് ഈസ് ഈക്വൽ ടു -9/2 എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻറ്റു 2 എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ അതെന്തായിട്ട് മാറും? 4 - 9² വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? -9/4 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? d² അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ d² ഇപ്പോൾ നമുക്ക് ഇങ്ങനെയായിരുന്നു കിട്ടിയത്. 4 -
ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു -9/4 എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഡി സ്ക്വയറിനെ ഇങ്ങോട്ടും കൊണ്ടുപോയി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും 4 + 9/4 ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എന്ന് വരും. സോ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് എന്ത് വരും 4 × 4 16 16 + 9 16 + 9 എന്ന് പറയുമ്പോൾ 25. സോ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 25/4 എന്ന് വരും അല്ലേ. അപ്പോൾ ഡി സ്ക്വയർ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 25/4 എന്ന് പറയുന്നത്. അപ്പോൾ ഡി ഇസ് ഈക്വൽ ടു എന്ത് വരും +/-√25/4. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡി ഇസ് ഈക്വൽ ടു +/-5/2 എന്ന് കിട്ടി. നമുക്ക് എന്താ കിട്ടിയത് ഡി ഇസ് ഈക്വൽ ടു +/-5/2 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്നത് +/-5/2 കിട്ടി. അപ്പോൾ എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയത് 2 എന്നും അതുമാതിരി തന്നെ ഡി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി 5/2 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമ്മുടെ റൂട്ട് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് a-d a+d എന്നായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക 2 - 5/2 2 2 + 5/2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ 2 - 5/2 പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും 4 - 5/2. സോ അതിന് നമുക്ക് എന്ത് വരും -1/2 എന്ന് കിട്ടി. അതേമാതിരി 2 എന്ന് കിട്ടി. പിന്നെ 2 + 5/2 എന്ന് പറയുമ്പോൾ എന്ത് വരും 9/2 എന്ന് കിട്ടി. അതന്നെയായിരുന്നു നമ്മൾ റൂട്ട് ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ റൂട്ട് എന്ന് പറയുന്നത് ഏതൊക്കെ കിട്ടി റൂട്ട് എന്ന് പറയുന്നത് -1/2 2, 9/2 എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് 3 റൂട്ടായിരുന്നു വേണ്ടത്. ആ 3 റൂട്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് 3 റൂട്ടായിരുന്നു വേണ്ടത്. ആ 3 റൂട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. ഇപ്പോൾ ഇതെങ്ങനെ നമ്മളിവിടെ എങ്ങനെ സോൾവ് ചെയ്തത് S1ഉം S3യും S1 നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അതുമാതിരി തന്നെ S3യും കണ്ടുപിടിക്കാൻ പറയാം. ഈ രണ്ട് റിലേഷനിൽ നിന്നും നമുക്ക് എന്ത് എടുക്കാൻ പറ്റും എയും ഡിയും കണ്ടുപിടിക്കാൻ പറ്റും. എയും ഡിയും കണ്ടുവച്ചിട്ട് അവിടെ നിർത്തരുത്. നമ്മുടെ റൂട്ടുകൾ ഏതൊക്കെയാണ് a-d എന്ന് പറയുന്നതും a+d ആണ്. സോ നമ്മളിതിൽ എക്കും ഡിക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ. നിങ്ങൾ ഇവിടെ ചോദിക്കാം ഇനി എന്തുകൊണ്ട് എക്ക് -5/2 എന്ന് കൊടുക്കാന്ന് എക്ക് -5/2 കിട്ടുക. അപ്പോൾ ഈ ഒരു ഓർഡർ റിവേഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളും ചെയ്ത് നോക്കിയാൽ മതി 9/2 2, -1/2 ഇങ്ങനെയായിരിക്കും റൂട്ട്സ് വരിക. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ 3 റൂട്ടും ഒരേ മാതിരി തന്നെ വരുള്ളൂ. അത്രയേ ഉണ്ടായിരുന്നു പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെക്കൻഡ് മെത്തേഡ് അഫോർഡബിൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഉണ്ടാവുക മറ്റേതിനേക്കാളും. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് പോവുക. ഓക്കെ. എത്രയാണ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രോബ്ലംസ് വരുന്നുണ്ട് അടുത്ത സെക്ഷനിൽ പറയാം.